ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സച്ചി രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ എന്നോട് ദേഷ്യമാണോ? ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം, എന്നോട് ക്ഷമിക്കണോ അച്ഛാ എന്നൊക്കെ പറഞ്ഞ് കാലിൽ തൊട്ട് തൊഴാൻ പോകുമ്പോഴേക്കും രവീന്ദ്രൻ എന്താടാ ഈ കാണിക്കുന്നേ, കാലിലൊന്നും പിടിക്കണ്ടെന്ന് പറഞ്ഞ് സച്ചിയെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാണേ. സച്ചിയാണെങ്കിൽ വീണ്ടും മാപ്പ് പറയുന്നുണ്ട്. ശരത്തിൻ്റെ ഭാവി ഓർത്തണച്ച, അവൻ്റെ ജീവിതം നശിച്ചു പോകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ആ ഇൻസ്പെക്ടറിന് അർജൻറ്റായിട്ട് എവിടെയോ പോകാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്നെ ഇന്നലെ തന്നെ വിട്ടാനായിരുന്നു, ജയിലിലൊന്നും കിടക്കേണ്ടി വരില്ലായിരുന്നു അച്ഛ, സോറി അച്ഛ എന്നൊക്കെ സച്ചി വീണ്ടും വീണ്ടും മാപ്പപേക്ഷിക്കുവാണ്. അച്ഛൻ്റെ പേര് ചീത്താക്കാനൊന്നും അല്ല ഞാനിത് ചെയ്തതെന്ന് സച്ചി പറയുമ്പോഴേക്കും രേവതിയും പറയുന്നുണ്ട്, അച്ഛ എനിക്ക് വേണ്ടിയാ സച്ചിയേട്ടൻ ഇതൊക്കെ ചെയ്തത്, സച്ചിയേട്ടനോട് ദേഷ്യം കാണിക്കല്ലേ അച്ഛ എന്നൊക്കെ രേവതിയും അപേക്ഷിക്കുന്നുണ്ടേ. എനിക്ക് ദേഷ്യമൊന്നുമില്ല, രണ്ടുപേരും കുറച്ച് ഉത്തരവാദിത്തോടു കൂടിയൊക്കെ പെരുമാറുമെന്ന് ഞാൻ ഓർത്തു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഡ്രാമയൊക്കെ കളിച്ചതെന്ന് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്. ശരത്തിനെ പഠിക്കാൻ വേണ്ടിയാണ് അച്ഛാ, അതും ഞങ്ങളുടെ കുടുംബം തന്നെയാണെന്നല്ലേ അച്ഛൻ പറയാറ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, സച്ചി നീ നല്ലൊരു കാര്യം തന്നെയാണ് ചെയ്തത്, പക്ഷെ അത് ചെയ്യാൻ തിരഞ്ഞെടുത്ത രീതി അത് ശരിയല്ല എന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട്. നീ അല്ലെങ്കിൽ തന്നെ എപ്പോഴും സ്റ്റേഷനിലാണെന്നുള്ളൊരു ചീത്തപ്പേര് ഇവിടെ ഉണ്ട്, നീ ആയിട്ടത് കൂട്ടി കൊടുക്കല്ലേ സച്ചി, എന്തിനാ ഈ ഡ്രാമയൊക്കെ ചെയ്യുന്നത്? അങ്ങനെ ചെയ്ത് കിട്ടിയ വിജയങ്ങളൊക്കെ കുറച്ച് നേരത്തേക്കേ ഉണ്ടാവുള്ളൂ, അങ്ങനെ ആരെയും അധിക കാലമൊന്നും നമുക്ക് പറ്റിക്കാനും പറ്റത്തില്ല, നേർവഴിയിലൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം, അല്ലാത്ത രീതിയിൽ ചെയ്യാൻ പാടില്ല എന്ന് രവീന്ദ്രൻ പറയുവാണ്. ഇതിനെപ്പറ്റിയാണ് വെച്ചാൽ രാത്രി മുഴുവൻ ഞാൻ ജയിലിൽ കിടന്ന് ആലോചിച്ചുകൊണ്ടിരുന്നതെന്ന് സച്ചി ഇങ്ങനെ പറയുമ്പോഴേക്കും രവീന്ദ്രൻ ചിരിക്കുന്നുണ്ട്. രവീന്ദ്രൻ്റെ ദേഷ്യമൊക്കെ അതോടെ പോവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛൻ ചിരിച്ചു എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, പോടാ പോയി കുളിച്ച് എന്തെങ്കിലും കഴിക്കുക എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അകത്തോട്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയും, കണ്ടോ എൻ്റെ അച്ഛൻ്റെ ദേഷ്യം മാറി എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എല്ലാ പ്രശ്നങ്ങൾക്കും ഞാനാ കാരണം എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുവേ, ഉടനെ തന്നെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ കുറ്റങ്ങളും നിൻ്റെ തലയിലോട്ട് ഒറ്റയ്ക്ക് കയറ്റി വെച്ചോ, വേറെ പണിയില്ല രേവതി, നീ പോയി എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് വെക്കുക എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, സച്ചേട്ടൻ പോയി കുളിച്ചിട്ടൊക്കെ വാ, അപ്പോഴേക്കും ഞാൻ റെഡിയാക്കാമെന്ന് പറയുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് വർഷ പുതച്ചുമൂടി ഇങ്ങനെ ഉറങ്ങുവാണ്. അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ റെഡിയായും കൊണ്ടിരിക്കുന്നുണ്ട്. വർഷ എഴുന്നേറ്റ് ചോദിക്കുന്നുണ്ട്, ശ്രീകാന്ത് ഇത് എങ്ങോട്ടാന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയും, ഈ ടൈമിൽ ഞാൻ എങ്ങോട്ട് പോവാനാ, ഞാൻ ജോലിക്ക് പോവാന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ഇവിടെ ഒരാളിങ്ങനെ പനിച്ച് കിടക്കുക, അപ്പോഴും ശ്രീകാന്തിന് പണിക്ക് പോകണമല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് വർഷയെ തൊട്ട് നോക്കുന്നുണ്ട്. അയ്യോ നല്ല പനിയുണ്ടല്ലോ, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് വേണം ശ്രീകാന്തിന് അറിയാൻ അല്ലേ, അന്ന് ഞാൻ ഈ സമയത്ത് എഴുന്നേറ്റ് ഡബ്ബിങ്ങിന് പോവാറല്ലേ എപ്പോഴും, എന്താ പോവാത്തെന്നൊരു വാക്ക് എന്നോട് ചോദിക്കാമല്ലോ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്തിനാ വർഷം ഇങ്ങനെ ചൂടാവുന്നേ, നിനക്കെന്ന് ഡബ്ബിങ് ഇല്ലെന്നാ ഞാൻ ഓർത്തേ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സുഖമായിട്ട് ഉറങ്ങുന്നേ, അതാ ഞാൻ വിളിച്ച് ശല്യപ്പെടുത്താത്തതെന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോവാമെന്ന് ശ്രീകാന്ത് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, വേണ്ട ഞാൻ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചു, ഇനി കുറച്ച് റെസ്റ്റ് എടുത്താൽ മതി, നീയും ജോലിക്കൊന്നും പോകണ്ട, എൻ്റെ കൂടെ ഇരിക്കുന്ന വർഷ വാശി പിടിക്കുവാണ്. അപ്പോൾ ശ്രീകാന്ത് പറയും, അയ്യോ ഞാൻ എങ്ങനെ ഇരിക്കാന്, എനിക്ക് ജോലിക്ക് പോകണം, ഇന്ന് വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട്, ഞാനില്ലാതെ ശരിയാവില്ല വർഷ എന്ന് പറയുമ്പോഴേക്കും വർഷ സമ്മതിക്കുന്നില്ലേ, വർഷ വാശി പിടിക്കുക, എന്താ ശ്രീകാന്ത് ഇത്, വൈഫ് ഇവിടെ സുഖമില്ലാതിരിക്കുക, വീട്ടിലായിരുന്നെങ്കിൽ എൻ്റെ അമ്മ എൻ്റെ അടുത്തൊന്നും പോവത്തേ ഇല്ലായിരുന്നു, എനിക്കിങ്ങനെ അസുഖം വരുമ്പോൾ ആരെങ്കിലും കൂടെ വേണം, നീ ഇപ്പം തന്നെ വിളിച്ച് ലീവ് പറ, അല്ലെങ്കിൽ ആ ഫോൺ ഇങ്ങോട്ട് താ, ഞാൻ തന്നെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് വർഷ വാശി പിടിക്കുവാണേ. അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയില്ല വർഷയുടെ വാശിക്ക് മുമ്പിൽ. അപ്പോഴേക്കും പ്രിയ വിളിക്കുവാണ് ശ്രീകാന്തിൻ്റെ ഫോണിൽ. അപ്പോൾ വർഷ പറയും, കൊണ്ടുവാ ഞാൻ പറയാം, നിൻ്റെ പ്രിയ മാഡം അല്ലേ, ഞാൻ തന്നെ മാഡത്തിനോട് ലീവ് പറയാമെന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയും, അയ്യോ നീ ഒന്നും പറയണ്ട, ഞാൻ തന്നെ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് ഫോൺ അറ്റൻഡ് ചെയ്യുവാണേ. ശ്രീകാന്ത് ഇത് എവിടെയാണെന്ന് പ്രിയ ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് വീട്ടിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും പ്രിയക്ക് ടെൻഷനാവാണ്, എന്താ ശ്രീകാന്ത് ഇത്, സമയം എത്രയോ ആയി, എന്തെങ്ങനെ ലേറ്റ് ആവുന്നേ, എളുപ്പം വരാൻ നോക്കുമെന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇന്നൊരു ദിവസത്തേക്ക് എനിക്ക് ലീവ് തരാമോ എന്ന് ചോദിക്കുമ്പോഴേക്കും പ്രിയക്ക് ദേഷ്യം വരുവാണ്. പ്രിയ പറയുന്നുണ്ട്, എന്ത് ലീവോ, ശ്രീകാന്തിന് അറിയാലോ വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഓർഡറാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്, എങ്ങനെയാ ഇന്നത്തെ ഒരു ദിവസം മാത്രം നീ ലീവ് ചോദിക്കുന്നത്, ഇന്നൊന്നും ലീവ് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയും, എനിക്ക് മനസ്സിലാവും, പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ല, അതുകൊണ്ട് ഇന്നൊരു ദിവസത്തേക്ക് മാത്രം എനിക്ക് ലീവ് മതി എന്ന് പറയുമ്പോഴേക്കും പ്രിയ സമ്മതിക്കുന്നില്ലേ, ഹേയ് ശ്രീകാന്ത് ഇല്ലാതെ ഒന്നും പറ്റത്തില്ല, ഇത് എത്ര വലിയ ഓർഡറാണെന്ന് ശ്രീകാന്തിന് അറിയാലോ, ഈ ഓർഡർ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഓർഡറുകൾ നമുക്ക് കിട്ടും, മൊത്തം മാനേജ് ചെയ്യാൻ ഞാൻ ശ്രീകാന്തിനല്ലേ ഏൽപ്പിച്ചത്, എന്നിട്ട് എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് പ്രിയ ചോദിക്കുന്നുണ്ട്. സമയത്ത് നമുക്ക് എല്ലാ ഫുഡും അവിടെ എത്തിക്കണം, ശ്രീകാന്ത് വന്ന് എല്ലാം ചെക്ക് ചെയ്യണം എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ വൈഫിന് വയ്യാത്തതുകൊണ്ടല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രിയ പറയുന്നുണ്ട്, അതിന് നിങ്ങളുടെ വൈഫല്ലല്ലോ ഇവിടെ വന്ന് കുക്ക് ചെയ്യുന്നത്, ശ്രീകാന്ത് അല്ലേ, അതുമാത്രമല്ല നിങ്ങളുടെ ജോയിൻറ്റ് ഫാമിലി അല്ലേ, ശ്രീകാന്ത് ഇല്ലെങ്കിൽ എന്താ അവിടെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരില്ലേ,
ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു വലിയ ഓർഡറാ. ശ്രീകാന്ത് ഇവിടെ വേണം. എൻ്റെ ഡാഡി ശ്രീകാന്തിനോട് എന്താ പറഞ്ഞത്? എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്നല്ലേ? ശ്രീകാന്ത് എന്താ എന്നിട്ട് ഇങ്ങനെ പറയുന്നത്? എളുപ്പം ശ്രീകാന്ത് വരണം, ഐ നീഡ് യു എന്നൊക്കെ പ്രിയ പറയുവാണേ. അപ്പോൾ ശ്രീകാന്തിന് ഇനി ബാക്കി പറയാൻ മറുപടികളൊന്നുമില്ല. കാരണം എത്രയൊക്കെ പറഞ്ഞിട്ടും പ്രിയ സമ്മതിക്കുന്നില്ല. ഇങ്ങോട്ട് തിരിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ ശ്രീകാന്ത് ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുവാണ്. ഇത് കേൾക്കുമ്പോഴേക്കും വർഷയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരുവാണ്. വർഷ ഇങ്ങനെ നോക്കുന്നുണ്ട് ശ്രീകാന്തിനെ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ശ്രീകാന്ത് കേട്ടില്ലല്ലോ. ഇത്രയേ ഉള്ളൂ ഭാര്യനോടുള്ള കെയറിങ്. ശ്രീകാന്തിന് എന്നോട് ഒരു സ്നേഹവും ഇല്ല. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, പ്രിയ പറഞ്ഞത് വർഷയും കേട്ടതല്ലേ. അപ്പോൾ വർഷക്ക് നല്ല ദേഷ്യത്തിലിരിക്കുവാണെങ്കിൽ പനിയാണെങ്കിലും വർഷ പറയുന്നുണ്ട്, അവളെന്തിനാ ശ്രീകാന്തിൻ്റെ അടുത്ത് ഇത്ര അധികാരം എടുക്കുന്നത്? ഐ നീഡ് യു എന്നൊക്കെ പറയുന്നത്. അവളുടെ പ്രോഫിറ്റിൽ നിന്ന് എന്തെങ്കിലും ഷെയർ ശ്രീകാന്തിന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പ്രിയ ചാർജ് എടുത്തതിന് ശേഷം ചെയ്യുന്ന ഫസ്റ്റ് ഓർഡറാണ് ഇത്. അതും നല്ല കൃത്യമായിട്ട് തന്നെ ചെയ്ത് കൊടുക്കണ്ടേ വർഷയെന്ന് പറയുമ്പോഴേക്കും വർഷ പറയും, അതൊക്കെ അവരുടെ പ്രോബ്ലംസ് അല്ലേ, അവരുടെ ഇഷ്യൂസ്. അത് ശ്രീകാന്ത് എന്തിനാ ഇങ്ങനെ ബോധേഡ് ആവുന്നത്? ഒരു എംപ്ലോയി എമർജൻസി ആയിട്ട് ലീവ് ചോദിക്കുമ്പോഴേക്കും കൊടുക്കാതിരിക്കാൻ അവൾ ആരാ? ഇത്രയും ഓവറായിട്ടൊക്കെ സംസാരിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. ശ്രീകാന്ത് പോവണ്ടെന്ന് വർഷ വാശി പിടിച്ച് പറയുവാണ്. അപ്പോൾ ശ്രീകാന്ത് പറയും, പോവാതിരുന്നാൽ എങ്ങനെയാ? ഞാൻ അവിടുത്തെ എംപ്ലോയി അല്ലേ വർഷേ, എൻ്റെ ജോലി തന്നെ പോകാനുള്ള സാധ്യതയുണ്ടെന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. ജോലി പോട്ടെ, നമ്മൾ സ്വന്തമായിട്ടൊരു ഹോട്ടൽ തുടങ്ങാനുള്ള പ്ലാനിങ്ങിലല്ലേ ഇരിക്കുന്നത്. ഈ ജോലി ഇല്ലെങ്കിൽ എന്താ, നമുക്കത് തുടങ്ങാമെന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയും, വർഷ എന്താ ഇത്ര സില്ലി ആയിട്ട് ഇത്ര സീരിയസ് ഇല്ലാതെ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്? ഒരു ഹോട്ടൽ തുടങ്ങാൻ എന്തോരം കാലതാമസം ഉണ്ടെന്നൊക്കെ വർഷക്കറിയാവോ? അത്രയും നാൾ ഞാൻ ജോലി ഇല്ലാതെ ഈ വീട്ടിൽ കുത്തിരിക്കണമെന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, നിന്നോട് ജോലിക്ക് പോയി സമ്പാദിക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, എനിക്ക് ജോലിക്ക് പോവാതെ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല. എൻ്റെ പ്രൊഫഷനെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, അത് ഞാൻ ചെയ്യുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി തല്ലുപിടുത്തം ആവുകയാണ്. നീ അപ്പോൾ എൻ്റെ കൂടെ ലീവ് എടുത്തിരിക്കില്ല എന്ന് വർഷ ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, വർഷയെ ഞാനില്ലെങ്കിൽ പ്രിയ മാഡം ഒരുപാട് ബുദ്ധിമുട്ടി പോകുമെന്ന് പറയുമ്പോൾ വർഷ വീണ്ടും ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇവിടെ നിൻ്റെ വൈഫ് പനിയായിട്ട് ബുദ്ധിമുട്ടിയിരിക്കുന്നത് നിനക്ക് പ്രശ്നമില്ല, പ്രിയ മാഡത്തിൻ്റെ ബുദ്ധിമുട്ടാണ് നിനക്ക് പ്രശ്നം എന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ ശ്രീകാന്ത് പറയും, എൻ്റെ വർഷ ഇവിടെ നിറച്ചു ആൾക്കാരില്ലേ, ഞാൻ രേവതി ചേച്ചിയോട് പറഞ്ഞിട്ട് പോവാം നിന്നെ ശ്രദ്ധിക്കാൻ, നീ പേടിക്കണ്ട, നീ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ടില്ലേ, കുറച്ചു നേരം കിടന്നുറങ്ങ്, നിൻ്റെ അസുഖമൊക്കെ മാറുമെന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. രേവതി ചേച്ചിയല്ല എൻ്റെ ഭർത്താവ്, നീയാ എൻ്റെ ഭർത്താവെന്ന് വർഷ പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയും, ഒന്ന് മനസ്സിലാക്ക് വർഷേ, ഇപ്പോൾ എനിക്ക് വയ്യാതിരിക്കുമ്പോൾ നിനക്ക് എമർജൻസി ആയിട്ട് ഇതുപോലെ വല്ല ഡബ്ബിങ്ങിൻ്റെ ആവശ്യം വരുവാണെങ്കിൽ നീ പോവത്തില്ലേ എന്ന് ചോദിക്കുവാണ് ശ്രീകാന്ത്. അപ്പോൾ വർഷ പറയും, ഏയ് നീ വയ്യാതിരിക്കുവാണെങ്കിൽ എത്ര വലിയ ഡബ്ബിങ് എമർജൻസി ആണെന്ന് പറഞ്ഞാലും ഞാൻ പോവത്തില്ല, നിൻ്റെ കൂടെ തന്നെ നിന്ന് നിന്നെ കെയർ ചെയ്യുമെന്ന് പറയുന്നുണ്ട് വർഷ. അവരെന്നെ വിശ്വസിച്ചിട്ടാണ് ഇത്രയും വലിയ ഓർഡറൊക്കെ എടുത്തത്, ഞാൻ പോയില്ലെങ്കിൽ പ്രിയയെ പറ്റിക്കുന്നതിന് തുല്യമാവും, ഞാൻ പോയിട്ട് എളുപ്പം വരാം എന്നൊക്കെ ശ്രീകാന്ത് വളരെ സൗമ്യമായിട്ട് പറയുന്നുണ്ട്. അത്രയും കേൺ അപേക്ഷിക്കുകയാണ് വർഷേനോട്, കാരണം ഒരു വഴക്കൊഴിവാക്കാമല്ലോ. പക്ഷെ വർഷയാണെങ്കിൽ വിട്ടുകൊടുക്കുന്നില്ല, എന്തായാലും ലീവ് എടുത്തേ പറ്റുള്ളൂ എന്ന് വാശി പിടിക്കുവാണ്. ഞാൻ വന്ന ഉടനെ ഹോസ്പിറ്റലിൽ പോകാൻ വർഷേ, ഇങ്ങനെ വാശി പിടിക്കല്ലേ പ്ലീസ്, എന്നോട് ക്ഷമിക്കും, ഞാനൊന്ന് പോയിട്ട് വരട്ടെ, എളുപ്പം വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്നും പോകുവാണ്. വർഷം ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണേ. കുറച്ച് കഴിയുമ്പോഴേക്കും ബാഗൊക്കെ പാക്ക് ചെയ്ത് വർഷ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ബാഗും വലിച്ചുകൊണ്ട് പോകുന്ന വർഷയെ കാണുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, വർഷ ഇത് എങ്ങോട്ടാ? ശ്രീകാന്ത് വർഷയ്ക്ക് സുഖമല്ല, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. വർഷയ്ക്ക് വേണ്ടി ഞാൻ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വന്ന് കുടിക്കുമെന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ഏയ് എനിക്കൊന്നും വേണ്ട രേവതി ചേച്ചി എന്ന് പറയുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, അല്ല ഈ ബാഗൊക്കെ ആയിട്ട് ഇത് എങ്ങോട്ട് പോവാ വർഷ? ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാണെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, വർഷക്ക് വയ്യാതിരിക്കുമല്ലേ, പോയി റെസ്റ്റ് എടുക്ക്, വീട്ടിൽ പിന്നെ പോവാമെന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ഇല്ല രേവതി ചേച്ചി ഞാൻ പോവാ, എനിക്ക് ഈ വീട്ടിൽ നിൽക്കുന്നത് തന്നെ ഇഷ്ടമല്ലെന്ന് പറയുവാണ്. വർഷയുടെ മുഖം കാണുമ്പോഴേക്കും എന്തോ പ്രശ്നമുണ്ടെന്ന് രേവതിക്ക് മനസ്സിലാവുകയാണ്. രേവതി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി വർഷേ, എന്നോട് പറയാമെന്ന് ചോദിക്കുവാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ഈ ഒരു അവസ്ഥയിൽ എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ നിൽക്കണം, എന്നെ കെയർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് തെറ്റാണോ രേവതി ചേച്ചി? അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇല്ല വർഷേ, അതൊരിക്കലും തെറ്റല്ല, പക്ഷേ ശ്രീകാന്തിന് അതൊരു വിഷയമല്ല, ഞാൻ എൻ്റെ കൂടെ ഇരിക്കും ശ്രീകാന്ത്, ഇന്നൊരു ദിവസം ലീവ് എടുക്കുമെന്ന് പറഞ്ഞിട്ടൊന്നും ശ്രീകാന്ത് കേൾക്കുന്നില്ല, എനിക്ക് ജോലിയുണ്ട് പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ടും പോയി രേവതി ചേച്ചി എന്ന് വർഷ പറയുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, അവൻ അങ്ങനെ പറഞ്ഞിട്ട് പോയോ? ചിലപ്പോൾ അർജൻറ്റായിട്ട് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തു തീർക്കാനുണ്ടാവുമെന്ന് രേവതി പറയുന്നുണ്ട്. പക്ഷെ വർഷ അതൊന്നും കേൾക്കുന്നില്ല. വൈഫ് ഇവിടെ വയ്യാതിരിക്കുന്നു, അതിനേക്കാളും വലുതാണോ അവനെ ജോലി വലുതാണെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് പോയി, അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ വഴിക്കും പോവാമെന്ന് പറഞ്ഞിട്ട് വർഷ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. രേവതി തടയുന്നുണ്ട്, വർഷേ പോവല്ലേ, ശ്രീകാന്ത് പോകുന്ന ടൈമിൽ എന്നോട് പറഞ്ഞിട്ടാ പോയെ, വർഷയെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെ, അത് ശ്രീകാന്തിന് കെയറിങ് ഉള്ളതുകൊണ്ടല്ലേ എന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, എനിക്ക് ഭർത്താവെന്ന് പറഞ്ഞ ഒരാളുണ്ട്, രേവതി ചേച്ചിയല്ല എനിക്ക് കെയറിങ് തരേണ്ടത്, ശ്രീകാന്താണെന്നൊക്കെ വർഷ പറയുവാണ്.
എനിക്ക് വേണ്ടി ഒരു ദിവസം പോലും ലീവ് എടുക്കാൻ അവന് പറ്റിയില്ലല്ലോ, ജോലിയാണ് മുഖ്യം എന്ന് പറഞ്ഞ് പോയില്ലേ. അപ്പോഴേക്കും രേവതി പറയും, എൻ്റെ വർഷേ എന്നും പറഞ്ഞ് നീയും ഈ വീട് വിട്ട് പോകുന്നത് ശരിയാണോ? നിക്കനാ ശ്രീകാന്തിനെ ഫോൺ വിളിക്കട്ടെ, അവൻ വരും എന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ഇല്ല രേവതി ചേച്ചി, ശ്രീകാന്ത് വരാനൊന്നും പോകുന്നില്ല. അവൻ എന്നോട് കെയറിങ്ങോ സ്നേഹമോ ഒന്നും തന്നെയില്ല. അന്ന് രേവതി ചേച്ചിയുടെ തലയിൽ അടി പറ്റിയപ്പോഴേക്കും സച്ചേട്ടൻ കൂടെ തന്നെ നിന്നില്ലേ, ഒരു ദിവസം പണിക്കൊന്നും പോയില്ലല്ലോ. രേവതി ചേച്ചിയുടെ കൂടെ നിന്ന് രേവതി ചേച്ചിയെ നല്ലോണം നോക്കി. അതാണ് സ്നേഹം. നിങ്ങളെന്നാ ഇഷ്ടപ്പെടാതെ കല്യാണം കഴിച്ചവരാ, ഞങ്ങൾ അങ്ങനെയാണോ? സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ. അവന് വേണ്ടി ഞാൻ എൻ്റെ വീട്ടുകാരെ തള്ളിപ്പറഞ്ഞ് വന്നവളാ ഞാൻ. എന്നെയാ ഇന്നിവിടെ അവൻ ഒറ്റക്കിട്ട് പോയിരിക്കുന്നതെന്നൊക്കെ വർഷ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും പോവാന്ന് പറഞ്ഞിട്ട് ബാഗും വലിച്ചുകൊണ്ട് വർഷ പോകുവാണ്. രേവതി പറയുന്നുണ്ട്, വർഷ പോകല്ലേ, പറയുന്നതൊന്ന് കേൾക്കുമെന്ന് പറഞ്ഞിട്ട് വർഷയുടെ പുറകെ ഓടുവാണ്. അപ്പോൾ ഈ ടൈമിലാണ് നമ്മുടെ ചന്ദ്ര പുറത്തു നിന്നും അകത്തോട്ട് കയറി വരുന്നത്. മോൾ ഇതെങ്ങോട്ട് പോവാന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ വീട്ടിലോട്ട് പോവാ ആൻറ്റി എന്ന് വർഷ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയും, മോളുടെ വീട് ഇതല്ലേ? ഹേയ്, ഇതെൻ്റെ വീടല്ല, ഇത് ശ്രീകാന്തിൻ്റെ വീട്, ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാന്ന് പറയുവാണ് വർഷ. എന്താ മോളീ പറയുന്നേ, കയ്യിൽ ബാഗൊക്കെ ഉണ്ടല്ലോ, മോളിതെവിടെ പോവാനാ, ഇവിടെ നിൽക്ക്, പോവണ്ടെന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴേക്കും ഇല്ല ആൻറ്റി ഞാൻ പോവാന്ന് വർഷ വാശി പിടിക്കുവാണ്. അപ്പോഴേക്കും ചന്ദ്ര രേവതിയുടെ നേരെ തിരിയുവാണ്. എന്താടി, നീ ഇവളെ എന്തെങ്കിലും പറഞ്ഞോ? നീ ഇവളായിട്ട് തല്ലു പിടിച്ചോ? അതുകൊണ്ടാണോ ഇവള് വീട് വിട്ട് പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഞാൻ വർഷയോട് ഒന്നും പറഞ്ഞിട്ടില്ല, എല്ലാ പ്രശ്നം ഞാൻ കാരണമാണെന്ന് പറയാൻ നിൽക്കല്ലേ. വർഷയും ശ്രീകാന്തും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് വർഷ വീട് വിട്ട് പോകുന്നതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര വാവിളിച്ച് നിൽക്കുവാണേ. ശ്രീകാന്തിനായിട്ട് പ്രശ്നമോ? ശ്രീകാന്ത് അങ്ങനെ വഴക്കൊന്നും പിടിക്കുന്ന ഒരാളല്ലെന്നല്ലോ എന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അപ്പോൾ എന്താ ഞാൻ വഴക്ക് പിടിക്കുന്ന ആളാണെന്നാണോ ആൻറ്റി പറയുന്നത്? അയ്യോ, ഞാൻ അങ്ങനെയല്ല മോളെ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് വർഷയെ ഒന്ന് സമാധാനപ്പെടുത്താൻ നോക്കുന്നുണ്ട് ചന്ദ്ര. എന്താ നടന്നതെന്ന് എന്നോട് പറയാന്ന് ചന്ദ്ര പറയുമ്പോഴേക്കും നമ്മുടെ വർഷ പറയുന്നുണ്ട്, പറയാൻ വേണ്ടി ഒന്നുമില്ല, ഞാനിപ്പോൾ എൻ്റെ വീട്ടിലോട്ട് പോവാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയും, മോളെ ഈ ബാഗൊക്കെ തൂക്കി ഇപ്പോൾ വീട്ടിലോട്ട് കയറിപ്പോയാൽ അവരെന്ത് വിചാരിക്കും? നീ വാ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് വർഷയെ കൂട്ടിക്കൊണ്ട് പോകാൻ പോകുമ്പോഴേക്കും വർഷ ദേഷ്യത്തിൽ തന്നെ പറയുന്നുണ്ട്, ആൻറ്റിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? നിങ്ങളുടെ മകന് എന്നെ ബോറടിച്ചു, ഇപ്പോൾ എന്നെ വേണ്ട, അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാന്ന് പറഞ്ഞിട്ട് വർഷ അവിടെ നിന്ന് ഇറങ്ങുവാണ് ദേഷ്യത്തിൽ. ചന്ദ്രയും രേവതിയും തടയാൻ നോക്കിയിട്ടൊന്നും നിൽക്കുന്നില്ല, വർഷം അങ്ങോട്ട് പോവാണ്. ചന്ദ്രൻ ലാസ്റ്റ് ദേഷ്യത്തിൽ രേവതിയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. ഇവളെന്താ ഇങ്ങനെ, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് കേൾക്കാതെ പോകുന്നത് കണ്ടില്ലേ? എനിക്ക് ഇത്രയും വിലയെ നിങ്ങളൊക്കെ തന്നിട്ടുള്ളൂ, ആർക്കും എന്നെയും ഒരു വിലയില്ല. ഇങ്ങനെയാ നിങ്ങൾ ഭാര്യമാരൊക്കെ ഭർത്താക്കന്മാരെ അടക്കി വെച്ചിരിക്കുക, നിങ്ങൾ പറയുന്നതേ അവർ കേൾക്കത്തുള്ളൂ. അപ്പോഴേക്കും ഇത് കേട്ടോണ്ട് സച്ചി കയറി വരുവാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ദേ നിൽക്കുന്ന ഒരുത്തൻ, നീ പറയുന്നതിനൊക്കെ തലയാട്ടി നിൽക്കുന്ന ഒരുത്തൻ. ആദ്യം ആ ശ്രീകാന്തിനെ പറഞ്ഞാൽ മതിയല്ലോ, ഇതുപോലൊരുത്തി ഇങ്ങോട്ട് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വന്നതിന്. എൻ്റെ ഫോൺ എവിടെ, ഇപ്പം തന്നെ ഞാൻ അവനെ വിളിച്ച് കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഫോൺ എടുക്കാൻ പോവുകയാണേ. സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ രേവതി, എന്താ പ്രശ്നം, എന്തിനാ അമ്മ ഈ കിടന്ന് ഒച്ചെടുക്കുന്നേ? ഞാൻ വർഷ ബാഗും കൊണ്ട് പോകുന്നത് കണ്ടു, എങ്ങോട്ട് പോയതാ അവളെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ശ്രീകാന്തും വർഷയും തമ്മിൽ തല്ല് പിടിച്ചു, അപ്പോൾ വർഷ ബാഗ് എടുത്ത് വീട്ടിലോട്ട് പോയിരിക്കുവാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, ശ്രീകാന്തിനെ തല്ല് പിടിക്കാനൊക്കെ അറിയോ? കൊള്ളാലോ, നീ എപ്പോഴും ഞാനാ തല്ലുപിടുത്തക്കാരനെന്നല്ലേ പറയാറ്, ഇപ്പോൾ എൻ്റെ അനിയനും അതുപോലെ തന്നെയാണെന്ന് മനസ്സിലായില്ലേ നിനക്കെന്ന് സച്ചി തമാശക്ക് ചോദിക്കുവാണേ. അപ്പോൾ രേവതി ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് സച്ചിയെ. അല്ല, ഇപ്പം അവർ തമ്മിൽ എന്തിനാ തല്ല് പിടിച്ചെന്ന് സച്ചി ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അത് പിന്നെ വർഷക്ക് സുഖമില്ല, നല്ല പനി, അപ്പോൾ ശ്രീകാന്തിനോട് കൂടെ നിന്നൊന്ന് കെയർ ചെയ്യാൻ പറഞ്ഞിട്ട് കേട്ടില്ല, ശ്രീകാന്ത് ജോലിക്ക് പോയി എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയും, അവൻ അങ്ങനെ ചെയ്തോ? വൈഫിന് സുഖമില്ലെങ്കിൽ കൂടെ നിന്ന് നോക്കണ്ടേ? വൈഫിന് സുഖമില്ലെന്ന് പറഞ്ഞാൽ ഭർത്താവിനും സുഖമില്ലാത്ത പോലെ തന്നെയല്ലേ, കൂടെ നിന്ന് നമ്മൾ പരിചരിക്കണം എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അറിയിക്കുമ്പോൾ രേവതി ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്നാലും അവൻ എന്തിനാ ഇങ്ങനെ ചെയ്തത്? അപ്പോൾ രേവതി പറയുന്നുണ്ട്, ശ്രീകാന്തിനെ ചിലപ്പോൾ എന്തെങ്കിലും അർജൻറ്റ് വർക്ക് കാണും ഹോട്ടലിൽ, അതുകൊണ്ടായിരിക്കുള്ളൂ അവൻ പോയെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ ഇങ്ങനെയാ, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യം വരും, എനിക്ക് വർഷം ആലോചിച്ചിട്ട് ടെൻഷൻ, സുഖമില്ലാതെയാ പോയിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, അത് പിന്നെ അവൾ അവളുടെ അമ്മയുടെ വീട്ടിലോട്ടല്ലേ പോയിരിക്കുന്നത്, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ആ ദേഷ്യം മാറുമ്പോഴേക്കും അവൾ തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നോളും, നീ എനിക്കൊരു കാപ്പി എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞിട്ട് സച്ചി പോവാണ്. പിന്നെ കാണിക്കുന്നത് ശ്രീകാന്ത് ഇങ്ങനെ ഹോട്ടലിൽ വിഷമിച്ച് നിൽക്കുവാണ്. അപ്പോൾ പ്രിയ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ശ്രീകാന്തേ, എന്താ ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നേ? ഒന്നുമില്ല പ്രിയ എന്ന് പറയുമ്പോഴേക്കും എനിക്ക് മനസ്സിലാവും, വൈഫിന് സുഖമില്ലാതിരുന്നിട്ട് ഞാനൊരു ലീവ് പോലും തന്നില്ലല്ലേ, എൻ്റെ സിറ്റുവേഷനും കൂടി ശ്രീകാന്ത് മനസ്സിലാക്കുക, ഇപ്പം എങ്ങനെയുണ്ട് വൈഫിനെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, അറിയില്ല, ഞാൻ വിളിച്ചിട്ടില്ല, റെസ്റ്റ് എടുക്കുമായിരിക്കും എന്നൊക്കെ പറയുവാണ്. അപ്പോൾ പ്രിയ പറയുന്നുണ്ട്, ശ്രീകാന്ത് ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഇത്രയും സ്പീഡായിട്ട് നടന്നത്, ഞാനിവിടെ പുതിയതല്ലേ, എനിക്കൊന്നും അറിയത്തില്ല,
ശ്രീകാന്തിനാണെങ്കിൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പരിചയമല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഈ വാശി പിടിച്ചത് വരാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയും, അത് കുഴപ്പമില്ല, എനിക്ക് മനസ്സിലാവും എന്നൊക്കെ പറയുവാണ്. അപ്പോൾ പ്രിയ പറയും, എന്തായാലും ശ്രീകാന്ത് ഇപ്പോൾ വൈഫിനെ വിളിച്ചൊന്ന് സംസാരിക്കേ, മൈൻഡ് ഒന്ന് റിലാക്സ് ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയ അവിടെ നിന്നും പോവുകയാണേ. അപ്പോൾ ഈ ടൈമിലാണ് നമ്മുടെ ചന്ദ്ര ശ്രീകാന്തിന് ഫോൺ വിളിക്കുന്നത്. എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എടാ ശ്രീകാന്തേ, പോകെ പോകെ നിന്റെ ഭാര്യ ചെയ്യുന്നതൊന്നും ശരിയല്ല കേട്ടോ എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയും, അമ്മ എന്തൊക്കെയാ പറയുന്നേ, വർഷ തന്നെ സുഖമില്ലാതെ അവിടെ ഇരിക്കുമല്ലേ, പിന്നെ സുഖമില്ലാതിരുന്നിട്ടാണോ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്, എനിക്കൊരു വില പോലും തരുന്നില്ല അവള്. ഇവരുടെ ഫോൺ സംഭാഷണം കേട്ടുകൊണ്ട് സച്ചിൻ രേവതിയും പിറകിലിരിക്കുവാണേ. എന്താ അമ്മേ, എന്താ കാര്യം എന്ന് പറയാന്ന് ശ്രീകാന്ത് പറയുമ്പോഴേക്കും ചന്ദ്ര നടന്ന കാര്യം പറയുവാണേ. ബാഗും എടുത്ത് അവൾ സ്വന്തം വീട്ടിലോട്ട് പോയിരിക്കുന്നു. എവിടെ പോവാന്ന് ചോദിച്ചപ്പോഴേക്കും എൻ്റെ വീട്ടിലോട്ട് പോവാന്ന് പറഞ്ഞ് അവൾ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയി ശ്രീകാന്ത് എന്നൊക്കെ ചന്ദ്ര പറയുവാണ്. വീട്ടിലോട്ട് പോയോന്ന് ശ്രീകാന്ത് ഇങ്ങനെ ഞെട്ടിത്തരിച്ച് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ആടാ എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും നിങ്ങളുടെ മോൻ്റെ കൂടെയൊന്നും എനിക്ക് താമസിക്കാൻ പറ്റില്ല, എന്നിട്ട് ഓരോരോ കാരണങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നൊക്കെ ചന്ദ്ര പറയുവാണ്. എന്താണെങ്കിലും ശ്രീകാന്ത് വരട്ടെ, നമുക്ക് സംസാരിച്ച് തീരുമാനിക്കാമെന്നൊക്കെ പറയുന്നിട്ടൊന്നും അവൾ കേൾക്കുന്നില്ല. അവൾ അവളുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയിരിക്കുവാന്ന് പറയുമ്പോഴേക്കും സച്ചി രേവതിയോട് പറയുന്നുണ്ട്, കണ്ടില്ലേ എങ്ങനെ അവൻ എരികേറ്റി കൊടുക്കുന്നു എന്ന്. പെട്ടിയെടുത്ത് ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ മാത്രം എന്ത് പ്രശ്നമാണോ നിങ്ങൾക്കിടയിൽ ഉണ്ടായെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, അമ്മേ അവൾക്ക് സുഖമില്ല, പനിയാ. എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നോക്കൂലേ, എന്തിനാ അവൾ അവളുടെ വീട്ടിലോട്ട് പോകുന്നത്, അതും നിന്നെയും ചീത്ത പറഞ്ഞോണ്ടാ ഇറങ്ങിപ്പോയി എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്നോട് ലീവ് എടുത്ത് അവളുടെ കൂടെ ഇരിക്കാൻ പറഞ്ഞമ്മേ, എനിക്കാണെങ്കിൽ ഇവിടെ ഒരു അർജൻറ്റ് വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഇതിനാണോ അവൾ വീട് വിട്ട് പോയത്, നിനക്ക് പിന്നെ നിന്റെ ജോലി കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, നീ കൂടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ, നീ ആരാ ഡോക്ടറാണോ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുവാണേ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇല്ലമ്മേ, ജോലി കഴിഞ്ഞ് ഞാൻ നേരത്തെ ഇറങ്ങാന്നാ ഓർത്തത്. അവൾ എന്താ ഈ പറയുന്നേ, നീ ജോലിയൊക്കെ ഉപേക്ഷിച്ച് അവളുടെ കൂടെ തന്നെ ഇരിക്കണമെന്നോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ നിന്റെ അച്ഛൻ ഡ്രൈവറായിരുന്നില്ലേ, എനിക്ക് വയ്യാത്തപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് നോക്കിയിട്ടൊന്നുമില്ല, ഒന്നെങ്കിൽ അടുത്തുള്ള ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോവും, അല്ലെങ്കിൽ ഞാൻ ബാമയോട് വരാൻ പറയും കൂട്ടിന് വേണ്ടിയിട്ട്, അല്ലാതെ ഇതുപോലെ ഭർത്താക്കന്മാരെ കൂടെ ഇരുന്ന് പരിചരിക്കണമെന്ന് ഞാൻ വാശി പിടിച്ചിട്ടും ഇല്ല എന്ന് ചന്ദ്ര പറയുവാണ്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ നിങ്ങളെ വളർത്തിയത്, നിന്റെ ഭാര്യ എന്താണെന്ന് വെച്ചാൽ അവളുടെ കാൽ കീഴിൽ എപ്പോഴും നീ ഇരിക്കണമെന്നാണോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ശ്രീകാന്ത് പറയും, അങ്ങനെയല്ലമ്മേ, ഞാൻ ചെയ്തതിലും തെറ്റുണ്ട്, ഞാനിന്ന് ജോലിക്ക് പോകാൻ പാടില്ലായിരുന്നു എന്ന് ശ്രീകാന്ത് പറയുവാണ്. എനിക്കെന്തോ ഭയങ്കര വിഷമം തോന്നുന്നു പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, നീ എന്തിനാ വിഷമിക്കുന്നേ, ഭാര്യമാര് ഭർത്താക്കന്മാർ പറയുന്നത് കേട്ട് ജീവിക്കണം, ഞാൻ ഇത്രയും നാൾ നിന്റെ അച്ഛൻ പറഞ്ഞത് കേട്ടല്ലേ ജീവിച്ചത്, അതുപോലെ വേണം ജീവിക്കാൻ എന്നൊക്കെ ചന്ദ്ര പറയുവാണ്. ഇല്ലമ്മേ, ഞാൻ നേരത്തെ വരാമെന്നാ ഓർത്തത്, എന്തായാലും ഞാൻ വരുന്ന വഴിക്ക് അവളെയും കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നീ എന്താടേ ഈ പറയുന്നത്, അവളുടെ അഹങ്കാരത്തിന് ഇറങ്ങിപ്പോയതല്ലേ, നീ പിറകെ പോയി വിളിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അവൾ നിനക്ക് എന്ത് ബഹുമാനമാടാ തരാൻ പോകുന്നത്, അവൾക്ക് വരാൻ തോന്നുമ്പോൾ അവൾ വരട്ടെ, നീയായിട്ട് പോയി കൂട്ടിക്കൊണ്ട് വരെയൊന്നും വേണ്ട, നീ മര്യാദക്ക് ജോലി കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വരാൻ നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര കോള് കട്ട് ചെയ്യുവാണേ. ശ്രീകാന്ത് ഓക്കെ എന്നും പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഈ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ സച്ചി പറയാം, അമ്മ പിന്നെ എങ്ങനെ പറയാനാ രേവതി, ഇതൊക്കെയല്ലേ പറയുള്ളൂ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.